ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. കണ്ടസ്റ്റൻസിനോട് ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് ഋഷിക്ക് കൊടുത്തതിനുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. അൻസിബ അതിനിടെ കൂടെ ഒരു ലൂപ്പ് ഹോളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? ഇന്നലെ ഈ സംഭവം ലൈവിൽ പറയുന്നുണ്ട് അൻസിബ, പക്ഷെ വ്യക്തമായിട്ടല്ല പറയുന്നത്. ഇന്ന് ലാലേട്ടൻ്റെ വീക്കെൻഡിൽ എന്തുകൊണ്ടാണ് ജാസ്മിൻ പിന്മാറിയത് എന്നുള്ള ഒരു കാരണം അൻസിബ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ വളച്ച് ചുറ്റിച്ച് പിടിച്ച് അൻസിബ കറക്റ്റ് ലൂപ്പ് ഹോൾ പറയുന്നുണ്ടത്. അത് ശരിയാണോ തെറ്റാണോ? സിജോ അഭിപ്രായം പറയുന്നുണ്ട്, ഋഷി പറയുന്നുണ്ട്, ജാസ്മിനും പറയുന്നുണ്ട്. എന്താണ് പ്രൊമോക്കകത്തുള്ളത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ പ്രൊമോയിൽ ലാലേട്ടൻ ആദ്യം ടീം നെസ്റ്റ് ബോണസ് പോയിന്റ് കൊടുത്തത് ഋഷിക്കാണ് അല്ലേ? എന്ത് തോന്നുന്നു ഋഷി? അപ്പം ഋഷി, ലാലേട്ട ഫസ്റ്റ് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പം ലാലേട്ടൻ ആദ്യം വിട്ടുകൊടുത്തത് ജാസ്മിൻ അല്ലേ? എന്തിനാ ജാസ്മിനെ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പം ജാസ്മിൻ, അത് ലാലേട്ട എനിക്കറിയാം, ലാസ്റ്റ് എന്തായാലും എന്നിലേക്ക് ഇത് വരത്തില്ല എന്നൊരു ഉറപ്പ് എനിക്ക് നല്ലതുപോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന ഒരാൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിനുള്ള എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. അപ്പം സിജോ, വിട്ടുകൊടുക്കൽ അതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. അപ്പോൾ അൻസിബ, ചില സമയത്ത് വിട്ടുകൊടുക്കാനുള്ളതും വിട്ടുകൊടുക്കുന്നതും ഒരു വിജയമാണ്. അർജുൻ്റെ കേസിൽ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ജാസ്മിൻ അത് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനെന്ന് പറഞ്ഞോട്ടെ എന്ന് അൻസിബ, ലാലേട്ടൻ്റെ ഫ്രണ്ട് കിടന്നുകൊണ്ടാണ് അൻസിബയും ജാസ്മിനും കൂടെ. അപ്പം ലാലേട്ടൻ പറയട്ടെ അൻസിബ പറയട്ടെ എന്നുള്ള ലെവലാണ്. അപ്പം അൻസിബ, ആ വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വോട്ടുകളായി വരും എന്നതാണ് ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് അൻസിബ പറയുന്നു. എന്താണ് സംഭവം? അതായത് അൻസിബ ലാലേട്ടൻ്റെ അടുത്ത് പറയുകയാണ്, ജാസ്മിൻ ഋഷിക്ക് വിട്ടുകൊടുത്തു, വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട് കൊടുത്ത്, എനിക്ക് വേണ്ട, നിങ്ങൾ ആരും എനിക്ക് തരൂലല്ലോ, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജാസ്മിൻ ഞാൻ വിട്ടുകൊടുത്തവളാണ്, അപ്പം ഞാൻ തോറ്റു, പക്ഷേ പുറത്ത് പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്, എനിക്കതിൻ്റെ വോട്ടെല്ലാം വരും, ഞാൻ വിട്ടുകൊടുത്തവൾ വേറെ ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വോട്ടുകൾ വരും എന്നാണ് ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ജാസ്മിൻ എന്ത് ചെയ്തത്? അത് വിട്ടുകൊടുത്തിട്ടുള്ളത്. അതാണ് അൻസിബ പറയുന്നത്. ആ വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വോട്ടുകളായി വരും എന്നാണ് ജാസ്മിൻ ചിന്തിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇന്നലെ ലൈവിൽ ഈ സെയിം സാധനം അൻസിബ പറഞ്ഞിട്ടുണ്ട്. അൻസിബ ഇത്രയും ബുദ്ധിക്കൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ചിലപ്പോൾ ജാസ്മിൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, വിട്ടുകൊടുക്കാം, പുറത്ത് എനിക്ക് സപ്പോർട്ട് കിട്ടും. ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരാളുടെ മനസ്സിൽ എന്ത് ചിന്തിച്ചോ നമ്മളങ്ങനെ പറയാൻ പറ്റും. ചിലപ്പോൾ ചിന്തിച്ച് കാണും, ചിലപ്പോൾ ചിന്തിച്ച് കാണില്ല. എന്തായാലും അൻസിബ അവിടെ ഈ സാധനം പറഞ്ഞല്ലോ, അത് അൻസിബയുടെ വീക്ഷണമാണ്, വ്യൂ ആണ്. കാരണം ഇത്ര വ്യക്തമായിട്ട് ഗെയിമിനെ വ്യൂ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അത് കറക്റ്റ് അൻസിബ പറഞ്ഞു. അതവരുടെ ഗെയിം ആയിക്കോട്ടെ, ഗെയിം അല്ലാതെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അൻസിബ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം അതിൻ്റെ ഇടയ്ക്കുണ്ട്. മിക്കവാറും ലാലേട്ടൻ ചോദിക്കുന്നത്, ഓ അൻസിബ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നായിരിക്കും. കാരണം ആ ലെവല് അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അൻസിബ അത് പറഞ്ഞു. ഇതിനകത്ത് ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് ലാലേട്ട, അതിന് വേണ്ടിയിട്ടാണ് വിട്ടുകൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പ്രൊമോയിലുള്ള സംഭവം. അടുത്ത എവിക്ഷൻ അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. ഒരു എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ആരാണ് എവിക്റ്റഡ് ആയെന്ന് അറിയത്തില്ല. അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അറിഞ്ഞതിന് ശേഷം വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.